നമസ്കാരം. കൽപ്പം വെളുപ്പം എന്ന ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക്. കേരളത്തിലെ മുഖ്യധാര പത്രങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ മുഴുനീളെ പരസ്യങ്ങൾ നൽകി നിശബ്ദരാക്കി 1000 കോടി രൂപ കടന്നതിനെപ്പറ്റി ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത നൽകി. തിരുവനന്തപുരം പോർട്ട് പോലീസ് സ്റ്റേഷനിൽ മാത്രം 10ഓളം പരാതികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായും പുറത്തു വരുമ്പോൾ 1000 കോടി രൂപയുടെ വരും തട്ടിപ്പെന്നാണ് അനുമാനം. മുംബൈയിലെ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടും ഉറക്കനടിക്കുന്ന മുഖ്യധാര മാധ്യമങ്ങളും മൗനം അഭിനയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? അവർ മാവിലായിക്കാരാണെന്നാണോ? നിങ്ങൾ കണ്ടോളൂ, ഞങ്ങൾ ഉറങ്ങിക്കോളും എന്നാണ് വരിക്കാരിൽ നിന്നും കൂടി പൈസ വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ പേപ്പർ അച്ചടിക്കുന്നതെന്ന് ഓർമ്മ വേണം. അല്ലെങ്കിൽ ആൾക്കാർ കൂട്ടം ചേർന്ന് നിങ്ങളുടെ പത്രം കത്തിക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കുമോ? പാർട്ടികൾക്കും ചാനൽ മുതലാളിമാർക്കും കൊടുത്തതിൻ്റെ ഡയറി കുറിപ്പുകൾ കർത്തയുടെ ഡയറി പോലെ ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. ജ്വല്ലറി മാനേജർ നൗഫൽ, ഏജന്റുമാരായ അഷ്റഫ്, സബാദ് എന്നിവരെയും ഉടമയായ മൻസൂർ അബ്ദുൽ സലാമിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണം എന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. കരുനാഗപ്പള്ളിയിലെ ഒരു മേനേജറുടെ വീട്ടിൽ 120ഓളം വരുന്ന നിക്ഷേപകർ താമസം തുടങ്ങി കഞ്ഞി വയ്ക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളുണ്ടായിരുന്നു. തൊപ്പിയും താടിയും കണ്ടാണ് ഞങ്ങൾ നിക്ഷേപിച്ചതെന്ന് പറയുന്ന ഒരു വനിത, നിഷ്കളങ്കയായ വനിത. കടയിലിരിക്കുന്ന ആളുകളുടെ തൊപ്പിയും താടിയും കണ്ട ഞങ്ങൾ ആ വിശ്വാസത്തിലിട്ടത്. അതെല്ലാം പോയി. ഇപ്പം ഞങ്ങൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. മുസ്ലിങ്ങൾക്ക് പോലും നമുക്ക് തരാന്ന് പറയുന്നില്ല, യാതൊരു തീർപ്പും ഇല്ല. പ്രത്യേകിച്ച് ഖുറാന് വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു അപകടകരമായിട്ടുള്ള നാട്ടുകാരെ കബളിപ്പിക്കുന്ന ഒരു മാർഗം ഒരിക്കലും സ്വീകരിക്കത്തില്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഈ പൈസ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. ലീഗലി പോയാലും എങ്ങനെ പോയാലും ഞങ്ങൾ ഒന്നിച്ച് തന്നെ എല്ലാവരും നീങ്ങത്തോളം. ഗ്രൂപ്പ് ഒന്നിച്ച് തന്നെ നിൽക്കും അവസാനം വരെ. ഞങ്ങളിതിന് പോരാടാൻ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾക്കല്ലാതെ വേറെ മാർഗമില്ല. 99 നാമങ്ങൾ ഒരു കടയ്ക്ക് 5-6 പേര് അവരിടുന്നത്. അങ്ങനെയാണ് എല്ലാം തട്ടിപ്പിച്ചത്. ഞങ്ങളുടെ ഒത്തിരി കടകളുണ്ടായിട്ട് ആ കടയെല്ലാം വിശ്വസിക്കാതെ ഈ കടയെ വിശ്വസിച്ച ഈ തൊപ്പിയും താടിയും മാത്രമാണ്. പാർട്ടികളിൽ SDP മാത്രമാണ് പൈസ തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് കറുപ്പും വെളുപ്പും മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഗർഭസമരങ്ങൾ നയിച്ചും കല്യാണ സമരങ്ങൾ നടത്തിയും ഭാരതമാതാവിനെ ജയ് വിളിച്ചും കേന്ദ്രവും പലവട്ടം ഭരിച്ച പാർട്ടികളല്ല ഇപ്പോൾ ഒറ്റ അജണ്ടയിലാണ്. മൗനജാഥ സിന്ദാബാദ്. തിരുവനന്തപുരത്തിനും പാലക്കാടിനും ഇടയിലുള്ള 40ഓളം ബ്രാഞ്ചുകളിലായി 1000-ൽ കൂടുതൽ കോടികളാണ് സാധാരണക്കാർ നഷ്ടമായത്. പോർട്ട് പോലീസിൽ നിന്നും എൻഫോഴ്സ്മെന്റ് വിവരങ്ങൾ ശേഖരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്താലേ അക്കൗണ്ടുകളും ആസ്തിവകകളും നശിപ്പിക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ നാമങ്ങൾ ഉപയോഗിച്ച് ഒരേ കെട്ടിടത്തിൽ തന്നെ 4ഉം 5ഉം ജ്വല്ലറികൾ സ്ഥാപിക്കപ്പെട്ടപ്പോഴേ ഇത് തട്ടിപ്പാണെന്ന് സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനാ ട്രഷററായ അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. 350 കോടി നികുതി വെട്ടിപ്പും പുറത്തായതോടെ ഉടമകൾ മുങ്ങയായിരുന്നു. കാസർഗോഡ് ഫാഷൻ സ്വർണവും കൊച്ചിയിലെ ആതിര സ്വർണ്ണ തട്ടിപ്പും സ്കീമുകളാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് നാട്ടുകാർ അൽമുക്തദാർ നിക്ഷേപിച്ചിരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR ഇടണമെന്ന് കേരള കോൺഗ്രസ് സെക്യൂരിറ്റി ചെയർമാൻ കല്ലടദാസ് ആവശ്യപ്പെട്ടു. വഞ്ചകർക്കെതിരെ ജാഗ്രത വേണ്ട, ഭയം മതി കേരളത്തിൽ. നന്ദി, നമസ്കാരം.